ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട് നെക്കിൽ ഒരു ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ അവിടുത്തെ നീളം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 വരും. 4 ഇതുപോലെ മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അതനുസരിച്ചിട്ട് മടക്കി കൊടുക്കാം. പിന്നെ വീതി എടുത്തു കൊടുക്കുന്നത് 11.5 ഇഞ്ചാണ്. കറക്റ്റ് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ തുണി അധികം വേസ്റ്റ് ആവാണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നീളമൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. നീളം വീതിയൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് വിടുത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ മാർക്കിങ് കറക്റ്റ് കാണുന്നില്ല, ലൈറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ വിടുത്ത് 7 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അവിടുത്തെ വിടുത്ത് വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്, പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കട്ടിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ലേ, ആ നെക്കിൻ്റെ അവിടെ നിന്ന് കൈക്കുഴീൻ്റെ അവിടത്തേക്കൊരു ചെരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കണം. അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. മുകളിലത്തെ ആ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് ആ നെക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതൊരു സ്ലീവ് പോലെ തോന്നിക്കും. അതിൻ്റെ നെക്കിൻ്റെ വിടുത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എനിക്ക് 3.25 ഇഞ്ചാണ് വരുന്നത്. കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വെറുതെ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ തുണി വെറുതെ വേസ്റ്റ് ആകൂലേ. അപ്പം പേപ്പറാണെങ്കിൽ നമുക്ക് മാറ്റാമല്ലോ എന്ന് വെച്ചിട്ട് അതായത് 2 ഫോൾഡ് ചെയ്ത വശം നമുക്ക് നേരെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 14 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ന്യൂസ് പേപ്പർ ഇതുപോലെ 2 മടക്കിയിട്ട് അതിൻ്റെ ഫോൾഡഡ് വശം നമുക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് 14 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഫോൾഡഡ് വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു ചെരിഞ്ഞ പോർഷൻസ് ഉണ്ട്. ആ ഒരു ചെരിഞ്ഞ് വരുന്ന ഭാഗം ഈ പേപ്പറിൻ്റെ കോർണറിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ഫ്രണ്ട് പോർഷനോ ബാക്ക് പോർഷനോ ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ ആ ചെരിഞ്ഞ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ 8.5 വരുന്നത്. 8.5 ഒട്ടും കുറയാൻ പാടില്ല. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതാണ്. 8.5 വേണം. പിന്നെ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, അത് സ്ലീവിൻ്റെ ഇവിടുത്തെ വണ്ണം നമുക്കത് പ്രത്യേകിച്ച് ഷേപ്പ് വരക്കേണ്ട ആവശ്യമില്ല. കാരണം അളവെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണ്. താഴെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമുക്കത് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. തുണി 2 മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം.
പേപ്പർ നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ബോട്ടം പാർട്ടാണ്. അതായത് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ്. യോക്കിൻ്റെ അവിടുത്തെ ആ പോർഷൻ വരുന്നത് 15.5 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഈ ബോട്ടം ഒരു എയർലൈൻ മോഡലിലാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ഇതിന് മുകൾ വശത്ത് ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ആ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എയർലൈൻ മോഡലിൽ ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കാം. താഴെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ടാക്കിയിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബോട്ടം പാർട്ട് കട്ട് ചെയ്യുന്ന ഒരു 33 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാം. അത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്ക് 47 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. കറക്റ്റ് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന ബോട്ടം പാർട്ടിൻ്റെ നീളം 27 ഇഞ്ചാണ് കേട്ടോ. അതിൽ ഒരു 6 ഇഞ്ച് നമ്മൾ ഫ്രിൽസ് താഴെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 27 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ ഇതിൻ്റെയൊക്കെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ലൈനിങ് കട്ട് ചെയ്യാനുണ്ട്. അതിന് മുൻപേ താഴെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതൊരു 6 ഇഞ്ച് വീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ വീതി 6 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം നിങ്ങൾക്ക് അത് എത്രയാണോ നിങ്ങൾക്ക് ബോട്ടം പാർട്ടിൻ്റെ വീതി എത്രയാണോ വരുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് വേണം എടുക്കാൻ. കാരണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ചധികം തന്നെ എടുത്തു കൊടുക്കാം. അതിൻ്റെ വീതി വരുന്നത് 6 ഇഞ്ചാണ്. പിന്നെ നമുക്ക് ലൈനിങ് ക്ലോത്ത്, അതായത് മെയിൻ പാർട്ട് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് മെയിൻ ക്ലോത്തിനെക്കാട്ടിലും ഒരു 5 ഇഞ്ച് കുറവിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഫുൾ ബോഡി പാർട്ട് നമ്മൾ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ബോഡി പാർട്ടിൽ എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് മെയിൻ നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ടോപ്പിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കാം, എന്നിട്ട് ടോപ്പിൽ മാത്രം സ്റ്റിച്ച് കൊടുക്കാം, എന്നിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ സെൻട്രൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എത്രയാണോ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ എത്രയാണ് ഇതിൻ്റെ നീളം വരുന്നത് നോക്കാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ നീളം എത്രയാണോ വരുന്നത് നോക്കാം. എനിക്കിവിടെ ഒരു 8 ഇഞ്ച് വരുന്നുണ്ട്. അപ്പം 4 ഇഞ്ചിൽ നമുക്ക് ഇലാസ്റ്റിക് എടുത്തു 4 ഇഞ്ചിൽ അതിങ്ങനെ വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചുരുക്കി വലിച്ച് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ താഴെ മുകളിലായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്, ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇതുപോലെ വരുന്നുണ്ട്. 4 ഒട്ടും കൂടാൻ പാടില്ല. 3.5 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് അറ്റാച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അതിൻ്റെ സ്ലീവിൻ്റെ ആ ചെരിഞ്ഞ വശം സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബോഡി പാർട്ടിൻ്റെ ആ ചെരിഞ്ഞ വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് സ്ലീവിൻ്റെ ചെരിഞ്ഞുള്ള വശവും പിന്നെ ബോഡി പാർട്ടിൻ്റെ ആ ചെരിഞ്ഞ വശവും കൂടി നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ മറ്റേ വശം ബാക്ക് പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒരു ഫോൾഡിങ് കൊടുത്തിട്ട് ഇലാസ്റ്റിക് 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തു കൊടുക്കുന്നത്. ചെരിഞ്ഞ വശത്തല്ല, ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശത്താണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആ 2 സൈഡിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം, എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് 4 ഇഞ്ച് ഇലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇലാസ്റ്റിക്കിൻ്റെ നീളം വരുന്നത് പിന്നെ അത് എത്രയാണോ തുണി എത്രയാണ് ഇതുപോലെ നീളം, അതിൻ്റെ അത് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തു കൊടുക്കുന്നത് എത്രയാണ് ആ തുണിയുടെ നീളം വരുന്നത്. എനിക്കിവിടെ 16 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ നേരെ 18 ഇഞ്ചിലാണ് ഞാനിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് എടുത്തു കൊടുക്കണം. കറക്റ്റ് അതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലും താഴെയായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. മുകളിലും താഴെയായിട്ട് ഡബിൾ സ്റ്റിച്ച് ഇങ്ങനെയാണ് വരുന്നത്. 2 സൈഡും അതുപോലെ ചെയ്തെടുക്കും. 2 സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ ആ ചെരിഞ്ഞ വശം ബോഡി പാർട്ടിൻ്റെ ചെരിഞ്ഞ വശം തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡ് അത് രണ്ടും ഒരുമിച്ച് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഫസ്റ്റ് നമുക്കൊരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ബാക്ക് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ്. നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അതായത് സ്ലീവിൻ്റെ നല്ല വശം പിന്നെ ആ ബോഡി പാർട്ടിൻ്റെ നല്ല വശം മെയിൻ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ വശം സ്ലീവിൻ്റെ മറ്റേ വശം ഇതുപോലെ ബാക്ക് സൈഡുമായിട്ട് ജോയിൻ ചെയ്ത് ബാക്ക് പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ മറ്റേ വശം മറ്റേ വശം ഉണ്ടല്ലോ അത് ബാക്ക് പാർട്ടിൽ നമ്മൾ ഒരു ചെരിഞ്ഞ് കട്ട് ചെയ്തില്ലേ, അത് രണ്ടും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ആ ചെരിഞ്ഞ വശം കണ്ടോ. നമുക്ക് ബോട്ടം പാർട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ബോട്ടം പാർട്ടിൻ്റെ ബോട്ടം പാർട്ടിൽ ലൈനിലാണ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ലൈനിങ് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബോഡി പാർട്ട് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മെയിൻ കഴുത്ത് ബോട്ടം പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫസ്റ്റ് ലൈനിട്ട് പിൻകുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പം തയ്യൽ തുമ്പ് പുറത്ത് കാണാതെ നല്ല നീറ്റായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാം, നല്ല തുണി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൽ ഇലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിലോ ഇറക്കിയിട്ട് വേണം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കിട്ടും. ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തു 2 സൈഡ് ഇതുപോലെ പിന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് തന്നെയാണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഫ്രില്ലും ഇട്ടുകൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപേ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 15 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പം ഒരു 15 ഇഞ്ച് നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ടൈ ചെയ്യാൻ വള്ളി വെച്ച് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും ബാക്കിൽ ടൈ ചെയ്യാൻ ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിന് താഴെ 15 ഇഞ്ചോ ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 15 വരെ നീളത്തിൽ നമ്മൾ പിന്നെ താഴെ ഭാഗം ഇതുപോലെ വശത്തേക്ക് ടൈ ചെയ്ത് പ്ലേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു 6 ഇഞ്ച് താഴെ ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ള അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ചിങ് എല്ലാവരും ചെയ്ത് നോക്കാം. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ. ബൈ.